Hi friends, Assalamu alaikum. Welcome back to my channel THAHI'S Bake World. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി കേക്കുമായിട്ടാണ്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഡാൽഗോണ കേക്കുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഡാൽഗോണ കോഫിയൊക്കെ എല്ലാവരും കുടിച്ചാണല്ലോ. അപ്പോൾ അതിനെ വില്ലുന്നൊരു ടേസ്റ്റിലാണ് ഇപ്പോൾ ഡാൽഗോണ കേക്ക് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഡാൽഗോണ കോഫി കുടിക്കുമ്പോൾ ചെറിയൊരു കയ്പ്പ് രസമൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ, അതൊന്നും തന്നെ ഒട്ടും തന്നെ ഇല്ലാതെ നല്ലൊരു അടിപൊളി ടേസ്റ്റിലാണ് ഈ കേക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഡാൽഗോണ ക്രീം ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് എഗ് ബീറ്റർ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ക്രീമി ടെക്സ്ചർ ആകുന്നത് വരെ ഇതിങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. എഗ് ബീറ്റർ വെച്ചിട്ടാകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും. ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല ക്രീമി ആയിട്ട് വരും. ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഡാൽഗോണ ക്രീം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതവിടെ മാറ്റി വെക്കാം. ഇനി കേക്ക് സോക്ക് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള നല്ലൊരു സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ പാലാണ് യൂസ് ചെയ്യുന്നത്. പാലിൽ 1 കപ്പ് പാലിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഡാൽഗോണ ഫ്ലേവറിലുള്ള സിറപ്പ് തന്നെയാണ് ഇവിടെ തയ്യാറാക്കുന്നത്. 5 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡാൽഗോണ ക്രീമിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ എടുത്ത് ഈ ഈ പാലിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ തണുത്ത പാൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. പാല് ചൂടാക്കിയിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് ചൂടാക്കിയിട്ട് ചൂടാറിയതിന് ശേഷം സിറപ്പായിട്ട് യൂസ് ചെയ്യാം, പഞ്ചസാരയൊക്കെ ആഡ് ചെയ്തിട്ട്. അപ്പോൾ നല്ലൊരു കോഫി ഫ്ലേവറിലുള്ള സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനായിട്ട് ഞാനിവിടെ ഒരു വാനില സ്പോഞ്ച് കേക്കാണ് എടുത്തിട്ടുള്ളത്. ഈ വാനില സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ഞാൻ തൊട്ട് മുന്നേ ഉള്ള ദിവസം ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് ഞാൻ 3 ഈക്വൽ ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഐസിങ്ങിന് ആവശ്യമായിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 kg കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിപ്പം പേപ്പിംഗ് ഒന്നും ചെയ്യാതെയാണ് കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ആയാലും മതി. 2 കപ്പ് വേണമെന്നില്ല. പേപ്പിങ്ങും കൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ 2 കപ്പ് ആവശ്യമുള്ളൂ. ഡെക്കറേഷൻ നൽകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 1.5 കപ്പ് എടുത്താലും മതി. ഞാനിവിടെ ക്രീം നന്നായിട്ട് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് ഒരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ക്രീം വെച്ച് കൊടുക്കാം. എന്നിട്ട് താഴത്തെ ലെയർ കേക്ക് അവിടെ വെച്ച് കൊടുക്കാം. ഞാനിത് കേക്കിൻ്റെ അടിഭാഗത്തുള്ള പീസാണ് താഴത്തെ ലെയറായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് നന്നായിട്ട് ആ മിൽക്കിൽ ഷുഗർ ആഡ് ചെയ്തിട്ടുള്ള സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. നല്ല കോഫിയുടെ ഫ്ലേവറുള്ള സിറപ്പാണ്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കോഫിയുടെ. നന്നായിട്ട് ഒന്ന് സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം കേക്ക്. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് ക്രീം ഇട്ട് കൊടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് 2ാമത്തെ ലെയർ വെച്ച് കൊടുക്കാം. ഞാൻ കേക്കിൻ്റെ മുകൾ ഭാഗത്തുള്ള പീസാണ് 2ാമത്തെ ലെയറായിട്ട് വെച്ച് കൊടുക്കുന്നത്.
അതിലേക്കും നേരത്തെ ചെയ്തതുപോലെ തന്നെ സിറപ്പ് കൊണ്ട് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്കും കുറച്ച് ക്രീം ഇട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇത് കേക്കിൻ്റെ സെൻട്രൽ പീസാണ്. ഇനി ഇതിന് മുകളിലേക്കും നേരത്തെ ചെയ്ത പോലെ തന്നെ സിറപ്പ് കൊണ്ടൊന്ന് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി കേക്കിൻ്റെ മുകൾ ഭാഗവും സൈഡൊക്കെ ക്രീം കൊണ്ട് ഒന്ന് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. പിന്നെ ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കേക്കിൻ്റെ സൈഡിലൊക്കെ എവിടെയെങ്കിലും ഫില്ലാവാതെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ക്രീം വെച്ച് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. സ്ക്രാപ്പർ കൊണ്ട് കേക്കിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ സൈഡും ഒന്ന് സ്ക്രാപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കേക്കൊക്കെ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഒരു 3-4 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. കേക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഡാൽഗോണ ഗനാഷ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ തിക്ക് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ 125 ml ആണ് ക്രീം എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡാൽഗോണ ക്രീം ഇട്ട് കൊടുക്കാം. ഇനി ഈ ക്രീം ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അതിനായിട്ട് സ്റ്റൗവിൽ ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ ഈ ബൗൾ വെച്ച് നന്നായിട്ട് ചൂടാക്കുന്നുണ്ട്. അപ്പോഴേക്കന്നെ കോഫിയൊക്കെ ക്രീമിലേക്ക് നന്നായിട്ട് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. പിന്നെ ഈ ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ ക്രീം വെച്ചിട്ടുള്ള പാത്രം വെള്ളത്തിൽ മുട്ടാതെ നോക്കണം. ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അതിന് മുകളിൽ ഈ ബൗൾ വെച്ചിട്ടാണ് ക്രീം ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ കോഫിയും ക്രീമൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അതിലേക്ക് ഒരു 200 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് കോമ്പൗണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ചോക്ലേറ്റ് ഒന്ന് മെൽട്ടായി വരുന്നത് വരെ ഇതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്രീമൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റൗ ഇവിടെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ക്രീമിൽ കിടന്ന് ഈ ചോക്ലേറ്റ് നന്നായിട്ട് മെൽട്ടായി കിട്ടും. ശരിക്കും നല്ലൊരു ടേസ്റ്റുള്ള ഒരു ഗണാഷ് തന്നെയാണിത്. നിങ്ങൾക്ക് ഒരിക്കൽ ചെയ്ത് നോക്കിയാൽ അറിയാം. ഇതിനു പകരം നിങ്ങൾക്ക് ഈ ഡാൽഗോണ ക്രീം വിപ്പിംഗ് ക്രീമിലേക്ക് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കേക്കിലേക്ക് ഐസിങ് ചെയ്ത് കൊടുക്കാം. അതിനേക്കാളും നല്ലൊരു ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ഗണാഷ് ആക്കുമ്പോഴാണ്. അപ്പോൾ ഒട്ടും തന്നെ കയ്പൊന്നും അറിയാതെ നല്ലൊരു ടേസ്റ്റുള്ള ഒരു ക്രീമായിട്ട് കിട്ടും. ഇത് ഗണാഷായിട്ട് കിട്ടും. ഇതിനി അല്പം ചൂടാറിയതിന് ശേഷം നന്നായി തണുപ്പിച്ചെടുത്തിട്ടുള്ള കേക്കിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഈ കേക്കിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ചെറിയൊരു ചൂടുണ്ട്. ആ ചൂടോട് കൂടി ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ഇത് നല്ല ഡ്രിപ്പായിട്ടൊക്കെ താഴോട്ടേക്കൊക്കെ പോവുള്ളൂ. ഇപ്പോൾ ക്രീം കുറച്ച് താഴോട്ടേക്കൊക്കെ അങ്ങ് ഡ്രിപ്പായിട്ട് പോയിട്ടുണ്ട്. ഇനി ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ മുഴുവനായിട്ട് അങ്ങ് കേക്ക് അങ്ങ് സൈഡൊക്കെ അങ്ങ് കവറായി പോകും. അതങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇപ്പോൾ കേക്ക് ഞാൻ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുണ്ട്. അതിനുശേഷം കേക്കിൻ്റെ താഴ്ഭാഗത്ത് ചെറിയൊരു ബോർഡർ പോലെ ഗണാഷിനെ ഇങ്ങനെ ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു സിപ്പ് ലോക്കിൽ കുറച്ച് ഗണാഷ് എടുത്ത് ചെറിയൊരു ഹോൾസ് കൊടുത്തിട്ടാണ് ഇങ്ങനെ ആക്കിയെടുക്കുന്നത്. ഇനി വേറെ കൂടുതൽ ഡെക്കറേഷൻസ് ഒന്നും ഞാൻ ഈ കേക്കിന് കൊടുക്കുന്നില്ല. ഇങ്ങനെ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം എൻ്റെ ഒരു ഐഡിയ വെച്ച് ചെയ്തിട്ടുള്ളൊരു ഗണാഷാണിത്. അപ്പോൾ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് തന്നെ അറിയിക്കുക.
ഇനി ഇതുപോലുള്ള കൂടുതൽ നല്ല വീഡിയോകളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ, താങ്ക് യു.